1 മണിക്കും 2 മണിക്കും ഇടയിൽ മിനിറ്റ്, മണിക്കൂർ സൂചികൾ ലംബമായി വരുന്ന സമയം എത്ര? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ക്ലോക്കിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഫസ്റ്റ് ക്ലോക്ക് ഒന്ന് വരയ്ക്കുക. ജസ്റ്റ് റഫ് ആയിട്ടൊരു ക്ലോക്ക് വരയ്ക്കുക. അതാണ് അതിന്റെ ആദ്യത്തെ സൊല്യൂഷൻ. എന്നിട്ട് നമ്മളോട് ഇടയിൽ ലംബമായി വരുന്ന സമയമാണ് ചോദിച്ചത്. ലംബമായി വരുന്ന സമയമാണ് ചോദിച്ചത്. അപ്പോൾ 1 മണിക്ക് 2 മണിക്ക്, അപ്പോൾ ഇതാണ് 1, ഇതാണ് 2, ഇതിനിടയിൽ ലംബമായി വരുന്നത്. അപ്പോൾ ഈ രണ്ടാമതൊന്നും ഈ 2-ന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ 1 മണി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് എണ്ണി നോക്കുക. 1, 2, 3. ഈ ഒരു പോയിന്റിലായിരിക്കും ഇത് ലംബമായിട്ട് വരിക. ഓക്കെ. ഈ നമ്മൾ ക്ലോക്കിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഒരേ ഇക്വേഷൻ പഠിച്ചാൽ മതി. 60a/11 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. ഓക്കെ. ഇവിടുത്തെ 60 ഇൻറ്റു ഇവിടെ തന്നിരിക്കുന്ന എ ആണിത്. നമ്മളെ ഒന്നിന്റെ നേരെ ലംബമായിട്ട് വരുന്ന നമ്പർ. ക്ലോക്കിലെ സമയം നോക്കുക. ഒന്നിന്റെ നേരെ ലംബം വരുന്ന ക്ലോക്കിലെ സമയം 4. ക്ലോക്കിലെ 4 ഇവിടെ ഇതാ ഡിവൈഡ് ബൈ 11. 4 6 24. 240 ഡിവൈഡ് ബൈ 11. നമ്മളൊന്ന് ഡിവിഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. 240 ഹരിക്കണം 11. 24-ല് 2 തവണ 12, 22, ബാക്കി 20. 20-ല് 1 തവണ 11 പോകും. 11 ബാക്കി 9. ആൻസർ നമ്മൾ എഴുതുക. 1 മണിക്കോ 2 മണിക്കോ ഇടില്ല. അപ്പോൾ 1 മണി കഴിഞ്ഞ് 21 ഇവിടെ എഴുതും, 9 ഇവിടെ എഴുതും. അപ്പം 1 മണി കഴിഞ്ഞ് 21 9/11 മിനിറ്റ് ആകുമ്പോഴായിരിക്കും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ലംബമായിട്ട് വരിക. ഇനി ഇതേപോലെ തന്നെ ഒരു ചാൻസും കൂടി ഉണ്ട് ഇവിടെ ഒന്നായിട്ട് വരാനുള്ള. ഇനി ഇതുപോലെ തന്നെ 1 മണിക്കും 2 മണിക്കും ഇടയിൽ ഇവിടുന്ന് നമ്മളിപ്പോൾ ആദ്യം വലതു ഭാഗത്തേക്കായിരുന്നു 3 വരെ എണ്ണിയത്. എന്നിട്ട് നമുക്കൊരു ആൻസർ ലഭിച്ചു. ആ ആൻസർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ശരി ഉത്തരം. ഇനി ആ ആൻസർ അല്ല ഓപ്ഷനിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഇടത്തോട്ട് എണ്ണുക. അതേപോലെ 1, 2, 3. ഇവിടേക്കും ലംബം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇക്വേഷനായ 60a/11 60 ഇൻറ്റു ഇവിടെ ഒന്നിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള നമ്പർ 10. 10 ഡിവൈഡ് ബൈ 11 600/11. നമുക്ക് 600/11 ചെയ്ത് നോക്കാം. 60-ല് 5 പ്രാവശ്യം 11 പോകും. 5 പ്രാവശ്യം വരുന്ന 5 × 55, ബാക്കി 5, 50. 50-ൽ നമുക്ക് 4 പ്രാവശ്യം 11 പോകും. 44, ബാക്കി 6. നമ്മളെ ആൻസർ 1 മണി കഴിഞ്ഞ് 54/6/11 മിനിറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ ആയിരിക്കും നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുക. ഇനി 2 ആൻസറും തന്നിരിക്കുകയാണെങ്കിൽ അതിൽ ഓപ്ഷൻ എയും ബിയും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 2 ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. 4 മണിക്കും 5 മണിക്കും ഇടയിൽ മിനിറ്റ്, മണിക്കൂർ സൂചികൾ ലംബമായി വരുന്ന സമയം എത്ര? 4 മണിക്ക് ഇതാണ് 4 മണി. ഓക്കെ, റഫ് ആയിട്ട് ഒരു ക്ലോക്ക് വരയ്ക്കുക. 4 മണി.
ഇനി ലംബമായി വരുന്ന സമയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 1, 2, 3 എണ്ണുക. അപ്പോൾ ഇവിടേക്കായിരിക്കും അപ്രോക്സിമേറ്റ് ലംബമായിട്ട് വരിക. അപ്പം നമ്മൾ പഠിച്ച ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 60A ഡിവൈഡഡ് ബൈ 11. 60 ഗുണിക്കണം എ എന്ന് പറഞ്ഞാൽ 4, 4ന്റെ ഓപ്പോസിറ്റ് അല്ല 4ന്റെ ലംബമായി വരുന്ന ക്ലോക്കിലെ സമയം ഇവിടെ എഴുതുക. ഡിവൈഡ് ബൈ 11 ചെയ്യുക. 60 ഇൻറ്റു 7 6 ഇൻറ്റു 7 42 ഡിവൈഡ് ബൈ 11 420 ബൈ 11 420 11 42-ല് 11 3 പ്രാവശ്യം 33. ബാക്കി 9. 90. 90-ല് 8 തവണ 11 പോകും 88. ബാക്കി നമുക്ക് കിട്ടുക 2. നമ്മളെ ആൻസർ 4 മണി കഴിഞ്ഞ് 38 2 ബൈ 11 മിനിറ്റ് ആകുമ്പോഴായിരിക്കും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ലംബമായി വരിക. 2 ഇവിടെ വരുന്നത്, 38 ഇവിടെ വരുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആൻസർ ഓപ്ഷനിലില്ലെങ്കിൽ നമ്മൾ നേരത്തെ വലതുഭാഗത്തേക്കായിരിക്കുന്നു ലംബം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഇടതു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിൽ നോക്കാം. 1, 2, 3 തന്നെ എണ്ണുക. 3-ൽ വരുന്നത് ക്ലോക്കിലെ സമയം 1 1 മണിയാണ്. അപ്രോക്സിമേറ്റ് ഇവിടെ ആയിരിക്കും ലംബമായി വരിക. നമ്മൾ പഠിച്ച ഇക്വേഷൻ എടുക്കുക. 60A ഹരിക്കണം 11. 60 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 4 മണിയുടെ ലംബമായി വരുന്ന ക്ലോക്കിലെ സമയം 1 ഡിവൈഡഡ് ബൈ 11. അപ്പോൾ 60 ബൈ 11 5 55 5. നമ്മളെ ആൻസർ 4 മണി കഴിഞ്ഞ് 5 ബൈ 11 മിനിറ്റ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ക്ലോക്ക് വരക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ കണ്ടോ? ഇപ്പൊ ഓപ്ഷനിൽ ഭയങ്കര വൈഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അതായത് നമുക്ക് ഈ വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒന്നെങ്കിൽ ഇതാ 4 മണി കഴിഞ്ഞ് ഏകദേശം ഒരു 5 മിനിറ്റിന്റെ മുമ്പോട്ടോ ബാക്കോട്ടോ വരുന്ന ഒരു റേഞ്ചിലായിരിക്കും ലംബമായിട്ട് വരിക. ഓക്കെ. അപ്പൊ നമുക്ക് ആ റേഞ്ചിലുള്ള ഓപ്ഷൻസ് 4 ആ റേഞ്ചിലുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യം തന്നെ വരുന്നുള്ളൂ. ഇതിലും ഈ കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ക്ലോക്ക് ഇങ്ങനെ വരച്ചുകൊണ്ട് നേരിട്ട് തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കി കറപ്പിക്കാം. ഇതിന്റെ ആൻസർ പൂർണ്ണമായിട്ടും ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക. അപ്പൊ ചെയ്തു നോക്കാതെ ആൻസർ ചെയ്യുമ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് കോൺഫിഡൻ്റ് ആകുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.